നമസ്കാരം. പുതിയ നിയമത്തിലെ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ആദ്യ താളുകളിൽ പരിചയപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് നീതിമാനായ ജോസഫ്. അത്രമേൽ അഴകുള്ള ഒരു മനുഷ്യനെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും അവളെ അപമാനിതയാക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ, അവളെ അപമാനിതയാക്കാതെ അവളെ ചേർത്ത് പിടിച്ച് അവളെയും കുഞ്ഞിനെയും സംരക്ഷിച്ചു പോകുന്ന സ്നേഹത്തിൻ്റെ അഴകുള്ള ഒരു മനുഷ്യൻ. ഔസേപ്പിതാവിനെ പോലെയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. പരിശുദ്ധ മറിയത്തിന് കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് പിറവി കൊടുക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടായി കാണാൻ സാധ്യതയില്ല. കാരണം അത്രമേൽ സ്നേഹമുള്ള, അഴകുള്ള, ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് പ്രാപ്തിയുള്ളൊരു മനുഷ്യൻ്റെ ഒപ്പമാണ് ആ പെൺകുട്ടി ജീവിതം മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ പ്രസംഗിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ് അച്ഛാ, തൻ്റെ പ്രിയപ്പെട്ടവളെ അപമാനിക്കാനായിട്ട് തുനിയാത്തൊരു മനുഷ്യൻ്റെ ഒപ്പം ഏത് പെണ്ണിനും ജീവിക്കാനായിട്ട് കഴിയും. കാലിത്തൊഴുത്തിലല്ല, ഏത് കാട്ടുമുക്കി വേണമെങ്കിലും അവൾക്ക് അവളുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പറ്റും. കാരണം സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നൊരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. ഈ കുമ്പളഞ്ഞി നൈറ്റ്സ് എന്ന സിനിമയിലൊരു പാട്ടുണ്ട്, ചരാതുകൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അവസാനത്തെ ഒരു സീനുണ്ട്. ആ സിനിമയിലെ സൗബിൻ, ആ കഥാപാത്രവും അയാളുടെ സുഹൃത്തിൻ്റെ ഭാര്യ, കൊല്ലപ്പെടുകയാണ്. അവളുടെ ഭാര്യ ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു തമിഴ് പെൺകുട്ടിയാണ്, അവളൊരു കുഞ്ഞിനെയും കൊണ്ട് വഞ്ചിയിൽ വരുന്ന ഒരു സീൻ. ആ സീന് വളരെ ഒന്നുകൂടി നിങ്ങൾ എടുത്ത് കാണണം. വളരെ ക്ലോസപ്പായിട്ടത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സംഗതി, അത് പലപ്പോഴും ഔസേപ്പിതാവിനെയും മറിയത്തെയും ഉപമിക്കുന്ന പോലെ തോന്നാറുണ്ട്. ആ പെൺകുട്ടിയുടെ വസ്ത്രമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കലൊരു അച്ഛൻ ഞങ്ങളെ ധ്യാനിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞു. ആ പ്രമേയവും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ, കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി, അവളുടെ കുഞ്ഞ്, അവർക്ക് വേണ്ടി കാവലായിട്ട് മാറിയ സജി എന്ന് സൗബിൻ അവതരിപ്പിച്ച കഥാപാത്രം. ആ സീനാണ് അവരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സീൻ. സംരക്ഷിക്കപ്പെടേണ്ട ജീവിതങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മളൊക്കെ ഔസേപ്പിതാവായിട്ട് മാറും. ചരാതുകൾ എന്ന് പറഞ്ഞ പാട്ട് അവസാനിക്കുന്നത് വഞ്ചി തുഴയുന്ന ഒരു ഔസേപ്പിതാവിനെയും അതിന് മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ കുഞ്ഞിനെയും നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് മറിയവും ഔസേപ്പിതാവുമായിട്ട് ഒരുപാട് സാമ്യം തോന്നിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഹൃദയവിശാലത കൊണ്ട് മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.